അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും ഇസ്രായേൽ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പലസ്തീനിലെ പ്രാദേശിക അഭിഭാഷകരും മനുഷ്യാവകാശ സംഘടനകളും അവിടെ നടക്കുന്ന അതിക്രമങ്ങളുടെ തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. ഓക്യുപ്പൈഡ് വെസ്റ്റ് ബാങ്കിലും ഗസയിലുമെല്ലാം തകർക്കപ്പെടുന്ന ആശുപത്രികൾ, നിയമവിരുദ്ധമായ തടങ്കലുകൾ, ക്രൂരമായ പീഡനങ്ങൾ, കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ എന്നിവയെല്ലാം ഇവർ കൃത്യമായി ഡോക്യുമെന്റ് ചെയ്തു. പ്രത്യേകിച്ച് പലസ്തീനിലെ പ്രമുഖ മനുഷ്യാവകാശ സംഘടനകളായ അൽ ഹഖ്, കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഡിഫൻസ് ഫോർ ചിൽഡ്രൻ ഇന്റർനാഷണൽ ഫലസ്തീൻ തുടങ്ങിയ സംഘടനകൾ വർഷങ്ങളായി ഇവിടെയുള്ള ഇരകളിൽ നിന്നും സാക്ഷികളിൽ നിന്നും സത്യവാങ്മൂലങ്ങളും ശാസ്ത്രീയ തെളിവുകളും ശേഖരിച്ചു വരികയാണ്. എന്നാൽ തെളിവുകൾ ശേഖരിച്ച ഈ സംഘടനകളെ ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കുകയാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത്. തുടർന്ന് ഇസ്രായേൽ സൈന്യം ഓക്യുപ്പൈഡ് വെസ്റ്റ് ബാങ്കിലെ രാമല്ലയിലുള്ള ഇവരുടെ ഓഫീസുകൾ അതിക്രൂരമായി റെയ്ഡ് ചെയ്യുകയും ഓഫീസുകൾക്ക് സീൽ വെച്ച് പൂട്ടുകയും ചെയ്തു. വർഷങ്ങളായി അവർ ശേഖരിച്ചു വെച്ച വിലപ്പെട്ട തെളിവുകളും കമ്പ്യൂട്ടറുകളും രേഖകളും സൈന്യം പിടിച്ചെടുത്തു. ഐക്യരാഷ്ട്രസഭയുടെ വിദഗ്ധരും പ്രമുഖ അന്താരാഷ്ട്ര സംഘടനകളും അന്ന് ഇതിനെ ശക്തമായി അപലപിച്ചിരുന്നു. ഒരു ജനത നേരിടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ലോകത്തിനു മുന്നിൽ എത്തിക്കുന്നവരുടെ വായ മൂടിക്കെട്ടാനുള്ള ശ്രമമായിരുന്നു അത്. ഇത് ആ ഓഫീസുകൾ പൂട്ടിക്കുന്നതിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ഈ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ഫീൽഡ് വർക്കർമാരും അഭിഭാഷകർക്കുമെതിരെ നിരന്തരമായ നിരീക്ഷണങ്ങൾ, യാത്രാവിലക്കുകൾ, ഭീഷണികൾ എന്നിവ ഉണ്ടായി. ഇസ്രായേലിന്റെ സൈനിക തടവറകളിൽ ഫലസ്തീനികൾ അനുഭവിക്കുന്ന കടുത്ത പീഡനങ്ങളുടെ തെളിവുകൾ പുറത്തുകൊണ്ടുവന്ന അഭിഭാഷകരെ പോലും ഇസ്രായേൽ വേട്ടയാടി.